നിലവരത്തെ ഔസേപ്പ് മാപ്പിള ഇന്നലെയും കണ്ടപ്പോൾ ചോദിച്ചു. ആ മേലേപ്പര വളപ്പമ്മൽ അയാൾക്കൊരു നോട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല വില ഈടാക്കാം. അത്യാവശ്യം ബാധ്യതകൾ തീരുകയും ചെയ്യും, വല്ലതും ചില്ലറ ബാക്കിയുണ്ടാവും. ഞാനും അതന്നെ ആലോചിക്കണം, അല്ലാണ്ട് വേറൊരു മാർഗവുമില്ല. താൻ അയാളെ കണ്ട് ഇടപാട് ഉറപ്പിക്കുക. നാളെ ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് പ്രമാണം രജിസ്റ്ററാക്കാം. ഓ ആ കുട്ടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. മറ്റന്നാൾ ഒരു പ്രമാണം രജിസ്റ്ററാക്കാനുണ്ട്, ആ മേലേത്ര വളപ്പിന്റെ. ബുദ്ധിമുട്ടാവല്ലോ ഏട്ടാ. ബുദ്ധിമുട്ടോ? അതെ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റന്നാൾ കാർത്തികയുടെ നാട്ടിലെ കാവല് താലപ്പൊലിയാണ്, ചെല്ലാമെന്ന് ഏറ്റുപോയി. രണ്ടാമത്, ഇതിപ്പോ കുറെ ആയില്ലേ രജിസ്റ്റർ ആക്കുന്നു വിറ്റഴിക്കുന്നു. എന്നാ ഇതിനൊരു അവസാനം? കുട്ടാ, അത്രയ്ക്ക് അത്യാവശ്യം ഇവിടെ എന്താണെന്ന് ഞാൻ കൂടെ ഒന്ന് അറിയട്ടെ. അത്യാവശ്യം ഇല്ലെങ്കിൽ ഏട്ടൻ തമ്പുരാൻ ഒരു കാര്യത്തിന് മുതിരും. പറഞ്ഞിളക്കി സ്വാധീനിക്കാനുണ്ടല്ലോ തന്നെ പോലുള്ള ആൾക്കാർ. കോവിലെ തുത്തുക്കളുടെ കാര്യം ഞങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ പറഞ്ഞോളാം. താൻ ചെല്ലപ്പെട്ടിയെ നിൽക്കേണ്ടടുത്ത് നിന്നാ മതി. പറയേട്ടാ, ഈ കോവിലകത്ത് പണത്തിന് എന്താ ഇത്ര ഞെരുക്കം? നീ അവരുടെ വേറെയും വാക്ക് കേട്ട് എന്നെ വിസ്തരിക്കാൻ വരിക? ആരുടെയും വാക്ക് കേട്ടിട്ടല്ല. എന്താ അല്ലാണ്ട് എനിക്ക് ചോദിച്ചൂടെ? കുട്ടാ, ധിക്കാരം കൂടി പോണു. ശബ്ദമുറച്ച് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഉടനെ ധിക്കാരായി. പറഞ്ഞും പേടിപ്പിച്ചും ഇത്ര നാളെന്നെ മിണ്ടാതിരുന്നില്ലേ? ഇനി മതി. എനിക്കറിയണം, വസ്തുവകകൾ വിറ്റ് പണം ഉണ്ടാക്കേണ്ട അത്യാവശ്യം ഇപ്പോഴെന്താ? അറിയാൻ എനിക്കെന്താ അവകാശമില്ലേ? അറിയണം. അറിഞ്ഞിട്ടേ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. കല്യാണിയമ്മേ, ഞാൻ പറഞ്ഞതിൽ ഗുരുത്വദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഉണ്ണിയെ, ദുർബുദ്ധി ഉപദേശിക്കാൻ ഇങ്ങനെ ആളുണ്ടായിട്ടാ ഈ തലതിരിച്ചില്. നാണം കെട്ട ബന്ധത്തിന്റെ പേരിലുള്ള അധികാരം കൂത്താടുന്ന കൂരേ മതി. ഇത് കോവിലകമാണ്. ഇവിടെ ആരും നിന്നെ അകത്തമ്മയെ വായിച്ചിട്ടില്ല. ഒരക്ഷരം ഇവിടെ പോകരുത്. ഞാനിപ്പോ ഒരാണായി അല്ലേ? ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ധൈര്യവും ശൗര്യവും എന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്.